വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. നിങ്ങളുടെ സ്വന്തം അരുമ മിസ് ആണ്. സോ എല്ലാവരും ഓരോ ചാപ്റ്റേഴ്സും നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പൊ പഠിച്ച കാര്യങ്ങളൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം അല്ലേ. അപ്പൊ നമ്മൾ പഠിച്ച ചാപ്റ്റേഴ്സിലെ 1 മാർക്ക് ക്വസ്റ്റ്യൻസിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സയൻസ് ക്വിസുമായിട്ടാണ് ഇന്ന് മിസ് വന്നിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഇങ്ങനത്തെ സയൻസ് ക്വിസുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. കാരണം അല്ലെ, 1 മാർക്കിനാണ് നമ്മൾ ചോദ്യം ചോദിക്കുക, വേഗം തന്നെ ഉത്തരം എഴുതാൻ വേണ്ടി പറ്റും. പക്ഷെ ആ കാര്യം ഉത്തരം എഴുതാൻ പറ്റണമെന്നുണ്ടെങ്കിൽ അല്ലെ, നമുക്ക് ആ ടോപ്പിക്കും അറിഞ്ഞിരിക്കണം. അപ്പൊ നമുക്ക് പഠിച്ച ഭാഗങ്ങളിലെ ചാപ്റ്റേഴ്സിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള സയൻസ് ക്വിസിലേക്ക് പോവാം. എല്ലാവരും റെഡിയാണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാരൊക്കെ ഞാൻ ക്വസ്റ്റ്യൻ പറയുമ്പോൾ തന്നെ മനസ്സിൽ ഉത്തരം എന്താണെന്ന് ആലോചിച്ച് വെക്കണേ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ദ കൺട്രോൾ സെന്റർ ഓഫ് ദ ഹ്യൂമൻ ബോഡി. ഏതാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിന്റെ കൺട്രോൾ സെന്റർ എന്ന് പറയുന്നത്? ഹേർട്ട് ആണോ, ബ്രെയിൻ ആണോ, ലിവർ ആണോ, കിഡ്നി ആണോ? ഏതാണ്? ഉത്തരം അറിയാമോ? ഏതാണെന്ന് അറിയാമോ? പറഞ്ഞേ നിങ്ങളെ, ഏതാണ്? യെസ്, ആൻസർ എന്ന് പറയുന്നത് നോക്കിക്കോളൂ, ബ്രെയിൻ ആണ് അല്ലെ. തലച്ചോറാണ് നമ്മുടെ ഹ്യൂമൻ ബോഡിയുടെ കൺട്രോൾ സെന്റർ എന്ന് പറയുന്നത്. സോ തെറ്റിപ്പോവരുത്, ഏതാണ്? ബ്രെയിൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. എങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം ഓഫ് അവർ ബോഡി. ഏതാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം ഓഫ് അവർ ബോഡി? അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ എല്ലാം നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിസ്റ്റം തന്നെയാണ് അല്ലെ. പക്ഷെ എന്നിരുന്നാലും ഏറ്റവും ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ കൂട്ടത്തിൽ ഏതാണെന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. സോ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നും, മിസ്സിന് അറിയാം. ബട്ട് ഈവൻ ദോ നെർവസ് സിസ്റ്റം ഈസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം. ഇപ്പോൾ സർക്കുലേറ്ററി സിസ്റ്റം ആയിക്കോട്ടെ, സ്കെൽറ്റൽ സിസ്റ്റം ആയിക്കോട്ടെ, എക്സ്ക്രീറ്ററി സിസ്റ്റം ആയിക്കോട്ടെ, ഇപ്പോൾ ന്യൂറൽ സിസ്റ്റമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ നെർവസ് സിസ്റ്റമാണ് എല്ലാത്തിനെയും അങ്ങ് കൺട്രോൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, എന്തെങ്കിലും നെർവിനൊക്കെ എന്തെങ്കിലും തകരാറ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ആളുടെ ജീവൻ ഒന്നുകിൽ പാരലൈസ്ഡ് ആയി പോവും, അല്ലെങ്കിൽ എഴുന്നേൽക്കാൻ പോലും പറ്റാതെ അല്ലെ കോമ സ്റ്റേജിലൊക്കെ അങ്ങ് ആയിപ്പോവും. അതുകൊണ്ടാണ് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ് ഈ നെർവ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. നെർവസ് സിസ്റ്റം ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസ് കോൾഡ്. എന്താണ് നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസിന്റെ പേര്? സ്കെൽറ്റൽ ആണോ, കാർഡിയാക്സ് ആണോ, ന്യൂറോൺസ് ആണോ, സ്മൂത്ത് ആണോ? ഏതാണ്? അപ്പൊ നെർവസ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുന്ന സ്പെഷ്യൽ ടൈപ്പ് ഓഫ് സെൽസിന്റെ പേരാണ് ന്യൂറോൺസ് എന്നുള്ളത്. മക്കൾ മറന്നു പോവാതെ പഠിച്ചു വെക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് ബയോഡിഗ്രേഡബിൾ? ഏതാണ് ബയോഡിഗ്രേഡബിൾ അല്ലാത്തത്? വെജിറ്റബിൾസും എർത്ത് വോം ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? ബയോഡിഗ്രേഡബിൾ ആണ്. പ്ലാസ്റ്റിക്, അലൂമിനിയം ഫോയിൽ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ദറ്റ് ഇസ് നോട്ട് കൺസിഡേർഡ് ആസ് ബയോഡിഗ്രേഡബിൾ. ക്ലിയർ അല്ലേ? അപ്പൊ ആൻസർ ഏതാണ്? അലൂമിനിയം ഫോയിൽ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കണേ. എയർ പൊല്യൂഷൻ ഈസ് കോസ്ഡ് ബൈ ഇൻസെക്ടിസൈഡ്സ്, സീവേജ്, സ്മോക്ക്, ലൗഡ് സ്പീക്കർ. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പൊ ഇൻസെക്ടിസൈഡ്, കീടനാശിനികളൊക്കെ തളിക്കുന്ന സമയത്ത് പ്രധാനമായിട്ടും നമ്മുടെ മണ്ണിലാണ് പ്രശ്നങ്ങൾ വരിക. സീവേജ് ആകുമ്പോൾ വാട്ടറിലാണ് അല്ലെ. അതേപോലെ തന്നെ ലൗഡ് സ്പീക്കേഴ്സ് ഉപയോഗിക്കുമ്പോൾ നോയ്സ് പൊല്യൂഷൻ ആണ് ഉണ്ടാവുക. ഇവിടെ കൊടുത്തിരിക്കുന്ന ആൻസർ സ്മോക്ക് ആണ്. കാരണം എന്താ? ഫോഗ്, സ്മോക്ക് ഇതൊക്കെ വരുന്ന സമയത്താണ് നമ്മുടെ എയറിൽ പൊല്യൂഷൻ സംഭവിക്കുന്നത്. ക്ലിയർ അല്ലേ? എന്തുകൊണ്ട് ഈ ആൻസേഴ്സ് വന്നു എന്നുള്ളത് ക്ലിയർ ആണോ നിങ്ങൾക്ക്? യെസ്. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. ഇതുപോലത്തെ കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് വരും ദിവസങ്ങളിലും കാണാം. അപ്പൊ എല്ലാവരും ഇതൊക്കെ പഠിച്ചു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ ബൈ, സീ യു, ടേക്ക് കെയർ.